ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞുകൊണ്ട് വക്കീലിനോട് നീലിമ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല മാഡം, അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും, പണം സെറ്റിൽ ചെയ്യുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ, ഞാനെന്തിനാ അവന് പണം കൊടുക്കണം? എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നീലിമ പറയുമ്പോൾ, മേഡം അവരോട് പറയുന്നത് പോലെ എന്നോട് പറയാൻ നിൽക്കരുത്. നിങ്ങൾ കാണിച്ച തരികിടകളൊക്കെ അറിയാത്തവനാണോ ഞാൻ എന്ന് ഈ വക്കീൽ അന്നേരം നീലിമയോട് ചോദിക്കാം. നീലിമ അന്നേരം ഒന്ന് ചൂളി പോയിട്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് രക്ഷപ്പെടാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് ഈ കേസ് കോംപ്രമൈസ് ആക്കുക എന്നുള്ളത് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാനല്ല ഞാൻ നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ എൻ്റെ വക്കീലോ അത് അവരുടെ വക്കീലാണോ എന്ന് നീലിമ ഇയാളോട് ചോദിച്ചു. അപ്പം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നിങ്ങൾ വാ തുറന്നതോടെ ആ സാധ്യതയൊക്കെ മൊത്തത്തിലങ്ങ് അടഞ്ഞുവെന്നും പറഞ്ഞ് കാനഡയിൽ ബിസിനസ് നടത്തുകയാണ്, ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ നടത്തണം എന്ന് വേണ്ട, നിങ്ങളെക്കുറിച്ച് പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും നിങ്ങൾ അവനെ കബളിപ്പിച്ച് കാശ് കൈക്കലാക്കിയവളാണെന്ന്. ശ്രുതി ഒരു മണ്ടന, അവനെ എളുപ്പത്തിൽ പറഞ്ഞ് പറ്റിക്കാനും പറ്റും. അവൻ്റെ മനസ്സ് വഴി തിരിച്ചു വിടാൻ എളുപ്പത്തിൽ കഴിയും. പക്ഷെ അവൻ്റെ ഭാര്യയെ അങ്ങനെയല്ല, അവൾ സൂത്രശാലിയാണെന്ന കാര്യം പറഞ്ഞു. ആ പെണ്ണെ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന് പറയുമ്പം ഞാനും അത് ആലോചിച്ചതാണ് നീ പറയുക. ഈ ലൂസിന് എങ്ങനെ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയെന്ന്. ആ പെണ്ണ് പണം കൊടുക്കാതെ നിങ്ങളെ വിടുകയേയില്ല. നിങ്ങൾ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ പകുതി പണിപ്പോൾ കൊടുത്ത് ബാക്കി പിന്നെ തരാമെന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇനി അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, മുഴുവൻ പണവും കൊടുക്കണം, വേറെ വഴിയൊന്നുമില്ല എന്ന കാര്യം പറയുക ഈ വക്കീൽ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീലിമ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ അത് തന്നെയാണ് വഴിയെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഈ പുള്ളിക്കാരിയാണെങ്കിൽ 50 ലക്ഷവും ഞാൻ തിരികെ കൊടുക്കണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ കൊടുക്കണം. നിങ്ങളുടെ ഭാവം കണ്ടാൽ തോന്നും നിങ്ങളുടെ അച്ഛൻ്റെ പണമാണ് എടുത്ത് കൊടുക്കുന്നതെന്ന്. അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പണം തന്നെയല്ലേ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അത് വെച്ച് ബിസിനസ് നടത്തി നിങ്ങൾ കാശുണ്ടാക്കിയില്ലേ, ഇപ്പോൾ അത് തിരികെ കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ കേസ് ഫയൽ ചെയ്താൽ നിങ്ങളുടെ പാസ്പോർട്ട് ലോക്കാവും. നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് കഴിയില്ല. കോടതി ഉറപ്പായും കാശ് കൊടുക്കാൻ വിധിക്കുകയും ചെയ്യും. കാശ് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടതായിട്ടും വരുമെന്നൊക്കെ പറഞ്ഞു വക്കീൽ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആശാത്തിക്ക് ഒരു പേടി. അപ്പം ശരി, ഞാൻ കാശ് കൊടുക്കാം എന്നും പറഞ്ഞിങ്ങനെ മുതലിങ്ങനെ ആലോചിച്ച് നിൽക്കുക. ആ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പുറത്ത് ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. സച്ചി ആണെങ്കിൽ കുറേ നേരം ഇരിക്കുന്നു, കുറേ നേരം നടക്കുന്നു, അങ്ങനെ ആകെ വല്ലാതെ ഇരിക്കുന്നു. ആ സമയത്ത് സച്ചേട്ടാ, ഇനിയിപ്പോൾ എന്താ സച്ചേട്ടാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാത്തിരിക്കാൻ തെറ്റ് നമ്മുടെ ഭാഗത്തായി പോയില്ലേ, വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം. ആ പൂവൊക്കെ ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റത്തില്ല, വാടി പോകുമെന്നും പറഞ്ഞാൽ രേവതിക്ക് ലേറ്റ് ആയാൽ എൻ്റെ പേരും പോകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതിപ്പോൾ ആലോചിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. കടയിൽ പൂ കൊടുക്കാൻ പോയാൽ കൊടുത്തിട്ട് പെട്ടെന്ന് വരണം. അവരുടെ കടയിൽ കാവൽ നിന്നതുകൊണ്ടുണ്ടായ പ്രശ്നമായത്. എല്ലാം എൻ്റെ സമയദോഷം കാരണമാണെന്ന് രേവതി അന്നേരം പറഞ്ഞു. തുടങ്ങി. സൈക്കിളിൽ കൊണ്ടുപോയി പൂ വിൽക്കുന്ന സമയത്ത് സൈക്കിൾ ഞാൻ ഇവിടെ എവിടെയൊക്കെ വെക്കാറുണ്ടെന്നും അതൊന്നും ഒരു പോലീസും എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നൊക്കെ രേവതി പറയുമ്പം, സൈക്കിള് പോലെയാണോ രേവതി സ്കൂട്ടർ? രണ്ടും ഒരുപോലെയാണോ? നീ എന്ത് ഈ പറയുന്നത്? രണ്ടിനും 2 ചക്രമല്ലേ ഉള്ളതെന്ന് രേവതി അന്നേരം ചോദിക്കാം. ബുൾഡോസറിനും 2 ചക്രമാണ്, അത് നടുറോട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ഓരോന്ന് ചുമ്മാ കയറി അങ്ങ് പറഞ്ഞോളും. തലയിൽ കളിമണ്ണുള്ളവരെ പോലെയാണ് നിൻ്റെ സംസാരം. കുറേ സമയമല്ലേ സച്ചേട്ടാ നമ്മളിവിടെ ഇരിക്കുന്നു, നമുക്ക് SIയോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? അത് ശരിയാ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം, നീ ഇവിടെ മിണ്ടാതിരുന്നോളണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കയറിപ്പോടും. അപ്പോൾ സച്ചി അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവിടുത്തെ പോലീസുകാരനെ കണ്ടു. അദ്ദേഹത്തിനോട്, സാർ എന്താടാ സാർ, കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യുക, SI സാറിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കക്ഷികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പ്ലീസ് സാർ. അപ്പോൾ രേവതി ഇങ്ങനെ പുറത്തുനിന്ന് നോക്കൂ. അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ എന്ന് ഈ സാറ് പറഞ്ഞു. ആ സമയത്ത് അങ്ങോട്ടേക്ക് നീലിമയും അതുപോലെ തന്നെ ആ വക്കീലും കൂടെ സച്ചിയുടെ തൊട്ടില്ലെന്നുള്ള രീതിയിൽ വരും കേട്ടോ. സാർ, കുറേ സമയമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക, വണ്ടിക്കകത്ത് നിറയെ പൂക്കളുണ്ട് സാർ, അത് വിറ്റില്ലെങ്കിൽ ആകെ വേസ്റ്റായി പോകും, വണ്ടി തരാൻ ഇനിയും വൈകിയാൽ ആ പൂക്കൾ നിങ്ങളെങ്കിലും വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. കഞ്ചാവ് വിൽപ്പനക്കാരെ വണ്ടിയോടെ ഞങ്ങൾ പൊക്കാറുണ്ട്, നീ പറയുന്നത് പോലെയാണെങ്കിൽ കഞ്ചാവ് വാങ്ങി ഞങ്ങൾ തന്നെ വലിക്കേണ്ടി വരുമല്ലോ എന്ന് ഈ സാറ് പറയാം. കഞ്ചാവ് പോലെ അല്ലല്ലോ സാർ പൂവ്,
പ്ലീസ് സാർ, പൂമാല വാങ്ങിയാൽ ഇവിടുത്തെ ചുമരിൽ തൂക്കി ഇട്ടിരിക്കുന്ന മഹാന്മാരുടെ ഫോട്ടോയിൽ ഇടാലോ എന്ന് പറഞ്ഞു. നീ ആള് കൊള്ളാവല്ലോടാ സാർ, ഒരു 5 മിനിറ്റ് മതി സാർ, ഞാൻ SI സാറിനൊന്ന് കണ്ടോട്ടെ സാർ. അങ്ങനെ കാണാൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഈ സാറ് സച്ചിയോട് നിന്നോടല്ലേ പറഞ്ഞത് കാണാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പം SI സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനിടയിൽ നീ കയറിപ്പോയാൽ അദ്ദേഹം ദേഷ്യപ്പെടും, പിന്നെ നീ നിൻ്റെ വണ്ടി വാങ്ങാൻ കോടതിയിൽ പോകേണ്ടതായിട്ട് വരും, ആ കക്ഷികൾ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ എന്ന് ഈ സാറ് സച്ചിയോട് പറഞ്ഞു. സച്ചിക്കാണെങ്കിൽ ആകെ വല്ലാതെയായി. സച്ചി ഇങ്ങനെ ശരി സാറെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ ആകെ നിരാശപ്പെട്ട് അവിടെ പോയി നിൽക്കുന്നു. ഈ സമയത്ത് അകത്ത് നീലിമയെയും കൊണ്ട് വക്കീൽ ശ്രുതിയുടെയും അരികിലേക്ക് ചെന്നു. അപ്പം SI സാറും അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്ത് തീരുമാനിച്ചു? അത് പിന്നെ സാർ 50 ലക്ഷം രൂപ നീലിമ മേഡം ശ്രുതിക്ക് കൊടുക്കും എന്ന കാര്യം പറ. അത് കേട്ടപ്പോൾ ശ്രുതിക്കും സമാധാനമായി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നീലിമയുടെ മുഖം അങ്ങ് വല്ലാതായിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ വെരി ഗുഡ്, അങ്ങനെ തന്നെ വേണം ഇനി SI സാർ പറഞ്ഞു. പക്ഷെ അതിനൊരു ടൈം കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം പറയും കേട്ടോ നമ്മുടെ വക്കീല്. അപ്പോൾ ടൈം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല സാർ, ഇന്ന് തന്നെ പണം തന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്ന് ശ്രുതി എന്തേലും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ഇത്രയും വലിയ തുകയൊന്നുമില്ല, ഞാനൊരു 2 മാസം കഴിഞ്ഞ് തരാമെന്നുള്ള കാര്യം പുള്ളിക്കാരി പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം നീ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടല്ലേ നീ വന്നത്, അപ്പം നിൻ്റെ അക്കൗണ്ടിൽ കാശ് കാണാതിരിക്കത്തില്ലല്ലോ, അപ്പം പിന്നെ കൊടുത്തന്നാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വെറുതെ നമ്പർ ഇറക്കാൻ നിൽക്കല്ലേ, മര്യാദയ്ക്ക് കാശ് അടിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒച്ച വയ്ക്കുന്നു. അപ്പോൾ കാശ് ഇപ്പോൾ കൊടുത്തില്ലെങ്കിലേ എനിക്ക് കേസ് ഫയൽ ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് SI സാറ് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ ഇങ്ങനെ നീലിമയെ നോക്കുക കേട്ടോ. ഓക്കെ, 50 ലക്ഷം രൂപ മേഡം ഇപ്പം തന്നെ സെറ്റിൽ ചെയ്യുമെന്നും പിന്നെ നിങ്ങൾ മേഡത്തിനെതിരെ കൊടുത്ത പരാതി ഇപ്പം തന്നെ പിൻവലിക്കുകയും വേണമെന്ന് നമ്മുടെ വക്കീൽ അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പം 50 ലക്ഷം രൂപ പോരാ, കാശ് കൈക്കലാക്കിയിട്ട് മാസങ്ങളായില്ലേ, അപ്പോൾ 3 ലക്ഷം രൂപ അതിൻ്റെ പലിശയായിട്ട് വേണമെന്ന് ശ്രുതി. അപ്പോൾ ടോട്ടൽ 53 ലക്ഷം രൂപ തരണമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇരുന്ന് പറയുമ്പം അയ്യോ അതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല സാറെന്ന് നീലിമ പറയുക കേട്ടോ. അപ്പോൾ അത് ന്യായമായിട്ടുള്ളൊരു ആവശ്യമല്ലേ, 53 ലക്ഷം രൂപ തന്നെ കൊടുക്കണമെന്ന് SI സാർ നീലിമയോട് പറഞ്ഞു. ഓക്കെ, ഈ എമൗണ്ട് ഫിക്സ് ചെയ്യാം, ഇദ്ദേഹം പരാതി പിൻവലിക്കണം, ഇതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ കേസ് അവസാനിപ്പിക്കണമെന്നുള്ള കാര്യങ്ങളും നമ്മുടെ വക്കീൽ സാറ് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് ശ്രുതിയും സമ്മതിച്ചു. അങ്ങനെ അടുത്ത ആളെ വിളിച്ചു, കേസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പൈസ കിട്ടുമെന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ അവരവിടെ നിൽക്കുക കേട്ടോ. ഈ ശ്രുതിയും ഈ സമയം പിന്നെ കാണിക്കുന്ന രേവതിയും സച്ചിയും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്ത് വല്ലാണ്ടായി. ആ സമയത്ത് അകത്ത് അവരവിടെ പേപ്പറുകളും കാര്യങ്ങളും എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ സാർ എല്ലാം റെഡിയാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയ പേപ്പറുകളും കാര്യങ്ങളും എല്ലാം SI സാറിൻ്റെ കയ്യിലേക്ക് വന്ന കോൺസ്റ്റബിൾ സാർ കൊടുത്തു. ഇതെല്ലാം വായിച്ച് നോക്കി അവരെ കൊണ്ട് ഒപ്പ് പിടിപ്പിക്കാം. അങ്ങനെ പൈസ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. ഈ സമയം സാർ ആദ്യം ഇവൾ കാശ് തരട്ടെ, അതിനുശേഷം സൈൻ ചെയ്യാമെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി പറയുക. അപ്പോൾ ശ്രുതി തൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞു. നീലിമ ക്യാഷ് പെട്ടെന്ന് തന്നെ അയക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ശ്രുതിയാണെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നീലിമയ്ക്ക് കൊടുക്കുന്നു. നീലിമയാണെന്നുണ്ടെങ്കിലോ പൈസ ഇട്ടും കൊടുത്തു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നു ശ്രുതി, എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് സാർ വന്നു എന്നും പറഞ്ഞു ശ്രുതി പറയാം. അപ്പോൾ ഇനി സൈൻ ചെയ്യാലോ അല്ലേ? ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സൈൻ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാക്ഷിയായിട്ട് ശ്രുതിയെ കൊണ്ടും ഒപ്പിടിപ്പിക്കാം. അപ്പോൾ എല്ലാം ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീലിമ പറയാം, ഈ ക്യാഷ് നിങ്ങൾക്ക് ഉപകരിക്കാതെ പോകും, ഇതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതൊന്നും നടക്കില്ല എന്ന് നമ്മുടെ നീലിമ പറയുമ്പോൾ നീ എന്തായാലും ഞങ്ങളെ ശപിക്കുകയാണോ, നിന്നെപ്പോലെ ഒരുത്തിയുടെ ശാപമൊന്നും ഫലിക്കില്ല എന്ന് ശ്രുതി അന്നേരത്തേക്കും നീലിമയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ആക്കിയില്ലേ, ഇനി എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടുന്നത്, ഒപ്പിട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ SI സാറ് ഒപ്പിടിപ്പിച്ചു. അതിനുശേഷം നീലിമയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, എല്ലാം സോൾവ് ആയി. ഇത് കഴിഞ്ഞപ്പോൾ നീലിമ അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുക, ഇവിടെ വേറെ ആരെയും എനിക്ക് പരിചയമില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ നീലിമയോട് സാക്ഷിയെ ഒപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ നിൽക്കുമ്പം ആരെങ്കിലും സൈൻ ചെയ്തേ പറ്റൂ എന്ന് നമ്മുടെ SI പറയാം. മേഡം എൻ്റെ ഇവിടുന്ന് പുറത്തേക്ക് വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വന്ന കോൺസ്റ്റബിൾ സാറ് ഈ നീലിമയും കൂട്ടി പുറത്തേക്ക് പോവുക. പുറത്തേക്ക് നിന്നപ്പോൾ സച്ചിയൊക്കെ അവിടെ നിൽക്കുക. അപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് ഈ സാറ് ചെന്നു കഴിഞ്ഞിട്ട് സച്ചിയോട് ഇങ്ങനെ
ഈ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ സച്ചിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എസ് ഐ സാറിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് സച്ചി പറയാം. അതൊക്കെ കാണാം, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പോഴാണ് നീലിമയെ നമ്മുടെ സച്ചി കാണുന്നത്. മേഡം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ നീലിമയുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങളെന്താ മേഡം ഇവിടെ, എന്താ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. സച്ചി, നിനക്ക് ഇവരെ അറിയാവുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം സാർ, ഇന്നലെ പരിചയപ്പെട്ടതാ, ഇന്നലെ ഇന്നും ഒക്കെ എൻ്റെ കാറിൽ കയറിയായിരുന്നു, എൻ്റെ കസ്റ്റമർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മേഡം എന്താ ഇവിടെ എന്ന് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ ചെറിയൊരു വിഷയമുണ്ട് എന്ന് നീലിമ പറയുമ്പോൾ, സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമൊക്കെ ആണോ എന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് നീലിമയ്ക്ക് പറയാനൊരു ചമ്മലായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിയും തൊട്ടൊരിക്കലും നിൽപ്പുണ്ട്. സച്ചി അത് പിന്നെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രശ്നമാണെന്നും സംസാരിച്ച് സോൾവ് ചെയ്തുവെന്നും ഇവർക്കൊരു സാക്ഷി ഒപ്പിടണം, നീ ഒന്ന് ഒപ്പിട് എന്നും പറഞ്ഞിങ്ങനെ പറയാട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. സാക്ഷിയായിട്ട് ഞാൻ ഒപ്പിടാനോ? അല്ല ഞാനോ? സച്ചി പ്ലീസ് സച്ചി, എനിക്കിവിടെ വേറെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ടാണ്, എനിക്കൊന്ന് പെട്ടെന്ന് പോവുകയും വേണമായിരുന്നു. സച്ചി ഒന്ന് സഹായിക്കണം, ഒന്ന് സൈൻ ചെയ്ത് സഹായിക്കുക സച്ചി, പ്ലീസ് സച്ചി എന്നും പറഞ്ഞ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രശ്നം വരുമെന്നൊക്കെ സച്ചി പറയുമ്പോൾ ഒരു പ്രശ്നവും വരില്ല, വെറും ഒരു സാക്ഷിയുടെ ഒപ്പ് മാത്രമല്ലേ നീ ഇടുന്നുള്ളൂ, അതിലൊരു പ്രശ്നവും വരാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇപ്പം ഇവിടുന്ന് ഒപ്പിട്ടാൽ ഇവർക്ക് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റും, ഇവർ പോയാൽ നിനക്ക് എസ് ഐ സാറിനെ കണ്ട് നിൻ്റെ വണ്ടിയും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ഇവരുടെ കേസാണോ സാർ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയെ കൊണ്ട് നിർബന്ധിച്ച പോലീസുകാരൻ ഒപ്പിടിപ്പിക്കാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ സച്ചി ഒപ്പിട്ടു. ഇപ്പോൾ സച്ചി ആ ഒപ്പിട്ട പേപ്പർ ആരുടേതാണെന്ന് പോലും സച്ചിക്ക് അറിയില്ല. അതിനുശേഷം നീലിമ സച്ചിയോട് നന്ദിയൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ നീലിമ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു ടെൻഷൻ കയറി. രേവതി ചോദിച്ചു, എന്ത് പറ്റി സച്ചേട്ടാ? സച്ചേൻ്റെ മുഖത്തൊരു ടെൻഷൻ, മനസ്സില്ലാ മനസ്സോടെയാണ് ഒപ്പിട്ടതല്ലേ എന്ന് രേവതി ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചിക്ക് ആകെ ഒരു വെപ്രാളവും ഒരു വല്ലായ്മയൊക്കെ. അതിനുശേഷം പിന്നെ അകത്ത് കൊണ്ടുപോയി പേപ്പറുകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. അപ്പോൾ നമ്മൾ ജീവനെ പോലെ കാണുന്ന ഒരാൾ നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ അതുണ്ടാക്കുന്ന പെയിൻ എത്രത്തോളമാണെന്ന് ഇവൾക്ക് അറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അവിടെ നിന്ന് പറയാം. ഇനി അതിനെപ്പറ്റിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കോംപ്രമൈസ് ആയതല്ലേ, എല്ലാവരും പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരെ എല്ലാവരെയും കൂടെ പറഞ്ഞു വിടുവാണ് നമ്മുടെ സാറ്. ആ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നീലിമ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ സുധി നമുക്ക് എന്തായാലും നമ്മുടെ കാശ് കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഒന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് നീലിമ ഇവരെ പിടിച്ച് നിർത്തി. അപ്പോൾ അങ്ങനെ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ, നിങ്ങൾ എന്നിൽ നിന്ന് കാശ് വാങ്ങിച്ചു, എല്ലാം മറന്ന് ഞാൻ ആ വഴിയെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് നീലിമ ഇങ്ങനെ പറയാം. അപ്പോൾ ശ്രുതിയും എന്നും പറഞ്ഞ് തലയാട്ടുന്നു. ഒരു നാൾ ഞാൻ ഇതിന് നിങ്ങൾക്ക് മറുപടി തന്നിരിക്കുമെന്ന് നീലിമ പറയുക കേട്ടോ. അപ്പോൾ പേടിപ്പിക്കണോ നീ എന്ന് ശ്രുതി ചോദിക്കാം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ അങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നീലിമയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അതിന് ശേഷം പിന്നെ ശ്രുതിയും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനി ആ 50 ലക്ഷം രൂപ മറ്റേ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരുന്നവന് കൊടുക്കാനേ ശ്രുതിക്ക് തികയത്തുള്ളൂ. ശ്രുതിയാണെങ്കിൽ ഇനി അതിൽ നിന്ന് കുറേശ്ശെ ഊറ്റി അവന് കൊടുത്ത് തീർക്കും. ശ്രുതി വീണ്ടും പേര് വഴി ആധാരം. അപ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചു നിർത്തുന്നു. ടാറ്റാ.